വെൽക്കം ബാക്ക് ടു മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ വ്ളോഗിൻ്റെ 7ാമത്തെ ദിവസമാണ്. ഒരാഴ്ച എങ്ങനെ പോയിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മംഗലാപുരത്തിൽ ചില ആൾക്കാരൊക്കെ വീട് കാറൊക്കെ പുതിയതായിട്ട് വാങ്ങിയാലൊക്കെ ഇങ്ങനെ ഉള്ളാൽ ദർഗയൊക്കെ വിസിറ്റ് ചെയ്യും. വിശ്വാസം ഉള്ളവർക്ക് ഞാൻ പറഞ്ഞതാണ്, വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഈ മാംഗ്ലൂരിൻ്റെ ഫേമസ് ദർഗ ആണ് കേട്ടോ. കേരളക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ദർഗ ആണ്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, പ്രവാസിയായിട്ട് ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ വരുന്നതും വിസിറ്റ് ചെയ്യുന്നത്, സിയാറത്ത് ചെയ്ത് പോകുന്നതൊക്കെ. ഇവിടെയും മാംഗ്ലൂരിലുള്ള ജലൻ മസ്താൻ ദർഗ, 2 ദർഗയിലേക്കാണ് ആൾക്കാർ കൂടുതലായിട്ട് നേർച്ചയൊക്കെ വയ്ക്കുന്നത്. കൂടുതലായിട്ട് വീക്കെൻഡ് എല്ലാ ദർഗയിലൊക്കെ വിസിറ്റ് ചെയ്യും. ഉമ്മാൻ്റെ കുട്ടികൾ എപ്പോഴും നന്നാവണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടൊക്കെ സിയാറത്ത് ചെയ്താലൊക്കെ ഉമ്മക്ക് ഒരു ഹാപ്പിയാണ്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ ഇരുന്നിട്ടൊക്കെ യാസിനൊക്കെ ഓതാറുണ്ട്. നമ്മൾ കാറൊക്കെ വാങ്ങിയിട്ട് 1.5 മാസം ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് ലോങ് ഡ്രൈവിൽ ഇവിടെ ദർഗയിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് അറിയില്ല. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പുതിയത് വണ്ടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ പ്രാക്ടീസും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നി മറ്റൊരാളെ ഡിപ്പെൻഡ് ആയിട്ടാണ് ഞങ്ങൾ ഇത്രയ്ക്ക് ഡിലേ ആവുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്ത് തീരാതെ. പിന്നെ ഉമ്മ ആണെങ്കിൽ അതന്നെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു, പുതിയ വണ്ടി വാങ്ങിയിട്ട് ദർഗ പോകണം എന്ന് നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. ജലൻ മസ്താനോ ഉള്ളാൽ ദർഗ അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യണം, അങ്ങനെ പോയിട്ട് അവിടെ സിയാറത്ത് ചെയ്തിട്ടൊക്കെ വരണം എന്നുള്ളത്. അങ്ങനെ 1.5 മാസം ഇത്ര ടൈം എടുത്തോ ഈ അടുത്ത് തന്നെ എന്ന് വിചാരിച്ചാൽ. ബസ്സിൽ ഓട്ടോറിക്ഷയിലൊക്കെ പോകാനുള്ള ടൈമൊന്നുമില്ല. പക്ഷെ വണ്ടിയായിട്ട് നമ്മൾ പുതിയ വണ്ടിയായിട്ട് പോവുകയാണെങ്കിൽ ഒരു ഡ്രൈവർ മസ്റ്റായിരുന്നു. പിന്നെ എൻ്റെ ടൈമിങ്സ് നോക്കിയാൽ സൺഡേ സാറ്റർഡേ അത് മാത്രം ഞാൻ നോക്കുന്നതായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സൺഡേ സാറ്റർഡേ അങ്ങനൊന്നും നോക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സൺഡേ സാറ്റർഡേ നമ്മൾ ഡ്രൈവറിനെ തപ്പി നിന്നാൽ സൺഡേ സാറ്റർഡേ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാവും, നമുക്ക് ഡ്രൈവേഴ്സ് കിട്ടുന്നില്ല. നമുക്കൊരു ട്രസ്റ്റബിൾ ഡ്രൈവേഴ്സാണ് വേണ്ടത്. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമല്ലേ പോകുന്നത്. എല്ലാ ഡ്രൈവേഴ്സും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. സോ ഇപ്പോഴത്തെ ജനറേഷൻ നിങ്ങൾക്ക് തന്നെ അറിയല്ലേ. അങ്ങനെ സാറ്റർഡേ സൺഡേ ഒന്നും നോക്കില്ല. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നപ്പോൾ ഭയങ്കര ബോറടിച്ചു. നമുക്കും എന്തായാലും വിചാരിച്ചു കാറുണ്ട്, ഒരു ഡ്രൈവറും അറേഞ്ച് ചെയ്തു. എന്തായാലും നമുക്ക് ഇന്ന് ദർഗയിലേക്ക് പോവാം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉമ്മ കുട്ടികളൊക്കെ പോകുന്നത്. ഉമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വീട്ടിലത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ വന്നല്ലേ ഏതായാലും ദർഗയിലേക്ക്. അങ്ങനെ ഇവിടെയൊക്കെ ദുവെല്ലാം ചെയ്ത ശേഷം നേരെ നമുക്ക് ഡിമാർട്ടിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുക എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇന്ന് കുഞ്ഞി എൻ്റെ മോന് വ്ലോഗ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ Okay, I always say that. Let's see our vlog. Let's see the vlog with the school attack. And the sofa, the double seating, double comfort. I think someone's coming home. I'm getting out. Hi, Halima Kaka. My favorite guest is coming home. His name is Raza Kaka. I love him because he has a black car like us. We have, yeah. Okay. We have a car. Raza Kaka gives me chocolate. Me. Take. I think he's like good boy. Good boy. Oh, kitchen. Kilda. Glass. സോ ഫസ്റ്റ് നമ്മളിന്ന് ചിക്കൻ കട്ട്ലെറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കട്ട്ലെറ്റ്സ്. സോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആൻഡ് സോൾട്ട്. ഇനി ഇത്തിരി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. മിക്സ് ആക്കിയിട്ട് ഓക്കെ. എനിവേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. കുറച്ച് നിങ്ങളും ബ്രേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര വിശപ്പാണ്, ഇപ്പോൾ തന്നെ കൂടി വിശപ്പ്. അപ്പോൾ കുറച്ച് മീഡിയം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു ചെറിയൊരു ഇതെന്തല്ല ഇങ്ങനെ ഒന്ന് ഫ്ലെയിം ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അതിൻ്റെ പോലെ കട്ട്ലെറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക.
ഇപ്പോൾ ഇഷു ഉണ്ടാക്കാൻ അറിയാം കട്ട്ലറ്റ്സ് എങ്ങനെ ഉണ്ടാക്കും ഇഷു? ഫസ്റ്റ് പൊട്ടാറ്റോ പിന്നെ ചിക്കൻ എടുക്കണം, ഇങ്ങനെ റൗണ്ട് പോൾ ബോൾ ആക്കണം, പിന്നെ അതിൽ ഡോ ഇട്ടിട്ട് പിന്നെ ഫ്രൈ ആക്കും. അങ്ങനെ ഇതൊക്കെ ഗസ്റ്റ് വന്ന വീടാണ്. അപ്പോൾ കിച്ചണൊക്കെ ഇങ്ങനത്തെ ഇതൊന്ന് സെറ്റാക്കാനുണ്ട്. സെറ്റാക്കിയ ശേഷം എൻ്റെ കിച്ചണിൻ്റെ വൃത്തി നിങ്ങൾക്ക് കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. കുരുമുളക് ഇങ്ങനെ ഒരു സബ്ബെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് കൊടുത്താൽ നല്ല ക്രഷാവുന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കുത്തുന്നു. നോക്കട്ടെ, ഇത് അവിടെ കാണിക്കുക. That's some very nice crushing. You like to You miss some right here. Yeah, I love chicken cutlets. They're my favorite things in my whole world. കാണിക്ക് കുരുമുളക് ഇവിടെ കാണിക്ക്. ഇത്ര കുരുമുളക് കിട്ടി. ഇത് ഇവിടെ ഇടുമ്പോൾ കാണിക്കാം. Yeah. Go talking to Moise. We can await. മുയിസുക പൊട്ടാറ്റോ മര്യാദ കൊണ്ട് വിസിയ ഉമ്മച്ചിനെ പോലെ കാണുന്ന. അപ്പം നമ്മൾ ഫസ്റ്റ് ചിക്കൻ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്മാഷ് ആക്കുന്നുണ്ട് ചിക്കന്. ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മതി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഫി എന്തിനാ? തന്നതാണ് അയാൾ. കുറച്ച് ജീരകം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് സിമ്പിളാണ്. ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെയ്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സ്മാഷ് ചെയ്തിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. സോ അത് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഈസി കട്ട്ലറ്റ് മസാല റെഡിയായി. ഇതെല്ലാം ഇങ്ങനെ ചതുരി കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് അപ്പം ഇതൊന്നിങ്ങനെ മിക്സായിട്ടുണ്ട് മസാല. സോ നമുക്കിതൊന്ന് ബോൾ രീതിയിൽ ചെയ്യണം. ഇങ്ങനെ ബോൾ രീതിയിൽ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതൊന്നിങ്ങനെ ഡിപ്പാക്കാം. ഇങ്ങനെ ഡിപ്പാക്കണം. ശേഷം ഇതൊന്ന് ഇതിലേക്ക് ഇങ്ങനെ എന്തായി അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് മസാല റെഡിയായി. ഇത് ഇങ്ങനെ മസാല വെച്ചത് ഇങ്ങനെ ഡിപ്പാക്കണം. ഇതൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ്സ് ഇത്ര റെഡിയായി. കുറച്ചൊന്ന് ഇട്ട് നോക്കട്ടെ. ഓയിൽ ചൂടായിട്ടില്ല കേട്ടോ, ഓയിൽ കാഞ്ഞിട്ടുണ്ട്.
ഉണ്ടല്ലേ ഉപയോഗിക്കുന്നില്ല. ഉമ്മച്ചുണ്ടാക്കും. ഇങ്ങനെ അടിമറിച്ച് കൊടുക്കണം കേട്ടോ. അടിമറിച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ അത് ബ്രൗൺ കളറിലേക്ക് ടേൺ ആവും. അതിനുശേഷം ഇതിനൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. സോ കണ്ടില്ലേ. സോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കറങ്ങി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ കട്ട്ലറ്റ്സ് ഒന്ന് റെഡിയായി കിട്ടും കേട്ടോ. കണ്ടില്ലേ നമ്മൾ കട്ട്ലറ്റ്സ് ഒന്ന് ഒരു റെഡിയായി കിട്ടും.